ഇന്ന് നമുക്കൊരു ബ്ലൂബെറി ഫ്രഷ് ക്രീം കേക്ക് ഉണ്ടാക്കാം. 2 kg ആണ് ബ്ലൂബെറി 2 kg. അപ്പം ഞാൻ അതിന് സിറപ്പ് എടുത്തിട്ടുണ്ട്. സിറപ്പിലേക്ക് ബ്ലൂബെറി മാലാസിൻ്റെ ഒരു ബ്ലൂബെറി ക്രഷ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കേക്ക് 2 കിലോയുടെ കേക്ക് സ്റ്റാൻഡിൽ ഞാൻ നല്ല ക്ലിയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സിറപ്പ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഫ്രഷ് ക്രീം എടുക്കുന്നു. അതിലേക്ക് എൻഹാൻസ് എന്ന് പറഞ്ഞ ബുങ്കയുടെ എൻഹാൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലൂബെറി ആണ് എടുക്കുന്നത്. നമുക്കത് ഈ ബ്ലൂബെറി എൻഹാൻസിൻ്റെ ബ്ലൂബെറി നമുക്ക് ഫില്ലിംഗ് ആയിട്ടും ടോപ്പിംഗ് ആയിട്ടും മൾട്ടിപർപ്പസ് ആണത്. നമുക്ക് ക്രീമിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബ്ലൂബെറിയുടെ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടും. അതുകൊണ്ട് എൻഹാൻസിൻ്റെ ഗ്ലേസായിട്ടും നമുക്ക് ഉപയോഗിക്കാം, അത് ക്രീമിലും കൊടുക്കാം, നമുക്ക് ഫില്ലിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണത്. അപ്പോൾ ഞാനതിന് ക്രീം നന്നായി അപ്ലൈ ചെയ്ത് അതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ബ്ലൂബെറി മാലാസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്രഷാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു ഫ്രൂട്ടിൻ്റെ നല്ല കണ്ടൻറ്റുള്ള സാധനമാണത് മാലാസിൻ്റെ. അപ്പോൾ അത് കുറച്ച് ക്രഷും കൂടെ കൊടുത്ത് പിന്നെ ആ ലെയറിങ്ങിൽ കുറച്ച് പ്രോളിനും കുറച്ച് വൈറ്റ് ചിപ്സും കൂടെ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും രണ്ടാമത്തെ ലെയർ നമ്മൾ ആദ്യത്തെ ലെയർ ചെയ്തതുപോലെ തന്നെ പിന്നെ സിറപ്പ് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം ക്രീം കൊടുത്ത് പിന്നെ ഈ നേരത്തെ കൊടുത്തതുപോലെ തന്നെ നമ്മൾ മാലാസിൻ്റെ ബ്ലൂബെറി ക്രഷ് വീണ്ടും കൊടുക്കുന്നു. അത് ശേഷം നമ്മൾ ഈ സെയിം പ്രോളിനും വൈറ്റ് ചിപ്സും കൂടെ കുറച്ചും കൂടെ ഈ ഫില്ലിങ്ങിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അത് ഈ ബ്ലൂബെറിൻ്റെ കൂടെ ഈ കുറച്ച് പ്രോളിന് ഞാൻ ചെയ്യുന്ന മിക്ക കേക്കിനും കുറച്ച് പ്രോളിങ് കൊടുക്കാറുണ്ട്. കാരണം അത് നമ്മൾ ആ കേക്ക് കഴിക്കുമ്പോൾ ഒരു പ്രോളിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു അഭിപ്രായം പറയാറുണ്ട് കസ്റ്റമേഴ്സ്. അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ബ്ലൂബെറിയിൽ നമുക്ക് പ്രോളിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ചെയ്യുന്ന കേക്കുകളിലൊക്കെ ഞാൻ കുറച്ച് പ്രോളിൻ കൊടുക്കാറുണ്ട്. അത് നല്ലൊരു അഭിപ്രായമാണ്, അതുകൊണ്ട് പറയാറ്, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ രണ്ടാമത് നമ്മൾ വീണ്ടും ആ കേക്ക് നന്നായിട്ട് ബ്ലൂബെറി ക്രീം വെച്ച് തന്നെ കവർ ചെയ്യുന്നു. കവർ ചെയ്ത ശേഷം ഈ എൻഹാൻസിൻ്റെ ആ ബ്ലൂബെറി അതുകൊണ്ട് തന്നെ അതിൻ്റെ ടോപ്പിങ്ങും കവർ ചെയ്യുന്നു. അതിന് ഇതൊരു കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് നല്ല ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുള്ള ഫ്ലവർ കേക്ക് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഫ്ലവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂബെറി എൻഹാൻസിൻ്റെ ബ്ലൂബെറി കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായി ഫിനിഷ് ചെയ്ത ശേഷം ടോപ്പിങ്ങിൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഫ്ലവർ വെക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ കേക്കുകളൊക്കെ കേക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കണം, എൻ്റെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനിയും ചെയ്യുന്ന കേക്കുകളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന കേക്കുകളുടെയൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ അത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ക്രീം കവർ ചെയ്ത ശേഷം പിന്നെ ഈ എൻഹാൻസിൻ്റെ ഈ ബ്ലൂബെറി ഫില്ലിങ് ബ്ലൂബെറി ഗ്ലേസ്, ആ ഗ്ലേസ് കൊണ്ട് ടോപ്പിങ് ഇതേപോലെ തന്നെ നന്നായിട്ട് കവർ ചെയ്യുക. പിന്നെ അത് അതിനെക്കൊണ്ട് അത് വെറുതെ കത്തി കൊണ്ട് ഇങ്ങനെ മുകളിൽ ഒരു ടിമ്പിളിലാക്കി ഒരു കോട്ടലയിലാക്കിയിട്ട് ഇതേപോലെ എല്ലാ സ്ഥലത്തും ആക്കി എന്നിട്ട് അത് കത്തി വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഒരു ലൈൻ ഇട്ടതുപോലെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് നല്ല ക്ലിയറായിട്ട് നല്ല നൈസ് ഫിനിഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. പക്ഷേ ഞാനിതിപ്പോൾ പിന്നെ വെറുതെ ഒരു ഈ ഐസിങ് നൈഫ് കൊണ്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരു ലൈൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതും കാണാനൊരു നല്ല ഭംഗിയാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇതേപോലെ ഒരു ഡിസൈൻ ചെയ്ത് കാണുമ്പോൾ ആ കേക്കിന് നല്ലൊരു ഭംഗി തന്നെയാണുള്ളത്. അതിന് ശേഷം പിന്നെ ഈ വലിയ കേക്ക് 2 കിലോയുടെ കേക്ക് ആയതുകൊണ്ട് നമുക്ക് സൈഡും പിന്നെ എല്ലാം കൂടെ കവർ ചെയ്യുമ്പോൾ പുറത്തേക്ക് കൊലിച്ചിറക്കുന്നതിന് കാരണം ഞാൻ ചെറിയൊരു കോട്ടലയിൽ കുറച്ച് ഗ്ലേസ് ആക്കിയിട്ട് സൈഡിൽ ആവശ്യത്തിന് മാത്രം കൊടുത്താണ് ചെയ്യുന്നത്. ഒരുപാട് വേസ്റ്റൊന്നും വരില്ല. അപ്പോൾ പിന്നെ ഇതേപോലെ സൈഡും കൂടെ നമ്മൾ നല്ല മറ്റേ ബ്ലൂബെറി ഇത് വെച്ച് തന്നെ കവർ ചെയ്യുന്നു. അതിന് ശേഷം നല്ല ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി കളർ ആ ബ്ലൂബെറിയുടെ ഏകദേശം അതേ ഒരു കളർ തന്നെ ഞാൻ ഫ്ലവറിനും അതേപോലെ കളർ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതടിച്ച് നമ്മൾ നല്ല രീതിയിൽ ഒരു അറേഞ്ച് ചെയ്തു. പിന്നെ
അപ്പോൾ നിങ്ങൾ ഈ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ ഇത് ഈ ഫ്ലവറുകൾ വെച്ച് അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഫ്ലവറുകളൊക്കെ പിന്നെ നല്ല ഐഡിയയിലും പിന്നെ ഗാർണിഷ് ചോക്ലേറ്റ് ഗാർണിഷ് വെക്കുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ട് വെച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ കസ്റ്റമർ എന്നോട് ഫ്ലവർ തന്നെ വേണമെന്നുള്ള ഫ്ലവർ ഇഷ്ടപ്പെടുന്ന ഒരു കസ്റ്റമർ ആയതുകൊണ്ട് ഫ്ലവർ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്ലവർ വെക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗാർണിഷ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.